27 കൊല്ലം അല്ല 25 കൊല്ലം മുമ്പ് കറുകച്ചാൽ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ബസ് കയറി ഇവിടെ കലാഭവന്റെ ഈ നോർത്തിൽ വരിക. അപ്പോൾ എറണാകുളം ഇങ്ങനൊന്നും അല്ല, 25 കൊല്ലത്തെ മുമ്പാന്ന് ആലോചിച്ചോളൂ. ഇവിടെ വന്ന് ഇവിടെ കാത്തിരുന്ന് അന്ന് അവരെ കാണാൻ പറ്റിയില്ല, തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടുന്ന് പിന്നെ ഇതുപോലെ വരുന്നു. അന്നൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊരു ബസ്സിനൊക്കെ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. കറുകച്ചാൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വളരെ ചെറിയൊരു സ്ഥലമാണ്. പിന്നെയും വന്നു, ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു. കലാഭവമണിയാണ് എന്നെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. കലാഭവൻ വെച്ചിട്ട് എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവർ 2 മാസത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പറയണു. അപ്പോൾ ഒരു ട്രിപ്പിന് പോവുകയാണ്. അവിടുന്ന് ഇറങ്ങുന്നു, നേരെ ബസ് സ്റ്റാൻഡിൽ പോകുന്ന വഴിക്ക് ജോക്സ് ഇന്ത്യ ട്രൂപ്പ് കാണുന്നു. അപ്പോൾ ഇടുക്കി ജാഫർ അവരെല്ലാം കൂടി കലാഭവൻ റഹ്മാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമായി, അവരും വെയിറ്റ് ചെയ്യാൻ പറയുന്നു. ആർട്ടിസ്റ്റ് തികഞ്ഞു പോയതിൻ്റെ പേരിൽ. അവിടുന്ന് പിന്നെ നേരെ ഓസ്കറിൽ പോകണം, അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. പിന്നെ അവർ ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് തൃപ്തിയായി എടുക്കുന്നു. അബീക്ക വരുന്നു, ദിലീപ് വരുന്നു, അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവർക്കും തൃപ്തിയാവുന്നു, എടുക്കുന്നു. അവരുടെ കൂടെ ആദ്യത്തെ ഷോ കളിക്കുന്നു. 2-3 സ്റ്റാർ മാത്രം കളിച്ചു തുടങ്ങുന്നു. ബാക്കിയെല്ലാം അവരാണ് മെയിൻ. അത് കഴിഞ്ഞ് അവർ ആ ട്രൂപ്പ് വിട്ടു പോകുന്നു. പിന്നെ ആ ട്രൂപ്പ് എൻ്റെ തലയിലാകുന്നു, ഞാൻ കൊണ്ട് നടക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അബീക്കാനും ദിലീപൊക്കെ വിളിക്കുന്നു, അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഒത്തിരി ഓട്ടവും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കും, രാവിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 2 മണിക്കൊക്കെ എല്ലാ കലാകാരന്മാരും വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ്. കലാഭവനിൽ ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഹരിശ്രീയിലുണ്ടാവും, ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അവിടെ വന്നൊരു കോഫി മേടിച്ച് കുടിച്ച് ഒരു തേക്കൊക്കെ തിന്ന് അവിടെ ഇരിക്കും. രാവിലെ 6 മണിക്കൊക്കെ ബസ് ഉണ്ടാവുള്ളൂ. അവിടെ നിന്നൊരു പത്രപ്പേപ്പർ മേടിച്ചിട്ട് ആ അമ്പലത്തിൻ്റെ അവിടെ ആ ഫ്രണ്ടിൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ വെളുപ്പിന് 11 മണിയൊക്കെ ആയി കാണും. നോക്കുമ്പോൾ ചുറ്റും ആളും ബഹളമൊക്കെ. അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ തോരം നടന്നിട്ടുണ്ട്.